ചങ്ക എന്റെ ബ്രോ ഇതാ നോക്ക് കസിഡറാം, ഞാൻ ഉണ്ടാക്കിയ ഈ പുതിയ ഗാഡ്ജറ്റ് കണ്ടോ? ഈ ഗാഡ്ജറ്റ് കൂടെ നോക്കുവാണെങ്കിലേ ലോകം മുഴുവനും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Excuse me. നമ്മളോட കളി നമ്മളത് എത്ര കണ്ടതാ. ഉള്ള എല്ലാവരുടെ സാധനം ഞാൻ മോഷ്ടിച്ചേ. നമുക്കിനി ജീവിക്കാനൊക്കെ ഇത് മതി. നമുക്ക് നല്ല ലാവിഷായിട്ട് അടിച്ച് ഒളിച്ച് ജീവിക്കാതെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മൊട്ടുവനെയും ഭത്തിലവനെയും കയ്യിൽ നമ്മൾ പെടരുത്. ഇനി കണ്ടു, ആ മൊട്ട് നമ്മുടെ പുറകെയൊന്നും വരാൻ പോകുന്നില്ല. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവരെ ഞാൻ തുണ്ടമാക്കി വെട്ടി ചുരുക്കും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. എന്റെ പൊന്നു ചങ്കുകളെ, ആ മുതല് എന്റെ ഗാഡ്ജറ്റ് കൊണ്ടാ പോയത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ബോട്ടു, എന്നിട്ട് അതെനിക്ക് ഉപയോഗിക്കാൻ പോലും പറ്റിയില്ല. നീ എങ്ങനെയെങ്കിലും അത് ആ ക്രോക്കഡൈലിന്റെ വായി നെടുത്തേ മതിയാകൂ ബോട്ടു. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. എന്നെ സഹായിക്കാൻ ഒരു കൂട്ടുകാരുമില്ലേ? എന്റെ ഗാഡ്ജറ്റ് അല്ലേ നഷ്ടപ്പെട്ടത്, എന്റെ സ്വപ്നങ്ങളല്ലേ ബോട്ടെ, എല്ലാം ബോട്ടെ. നിങ്ങൾക്കറിയില്ല, ഞാൻ കൊണ്ടുവരാം നിങ്ങളെ ഗാഡ്ജറ്റ്. അയ്യോ, എന്നെ ഇവിടെ കടിച്ചു, ഇവിടെയും കടിച്ചേ. ബോട്ടു നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഓയ് ബോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിനക്ക് ആ ക്രോക്കഡൈലിന്റെ കയ്യിൽ നിന്ന് എന്റെ ഗാഡ്ജറ്റ് എടുത്തു തരാൻ പറ്റുമോ? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്രോക്കഡൈൽ ഗാഡ്ജറ്റ് ഒക്കെ തിന്നുന്നത് കാണുന്നേ. അതേന്നേ. ഞാൻ ഫോൺ ചെയ്തിട്ട് ചിങ്കം സാറിനെ അറിയിക്കാം. ഹലോ ചിങ്കം സാറേ. Yeah, Chingam is arriving. Wife here when Chingam is here. Yeah. ചിങ്കം സാറേ, ഒരു മുതല വലിയേട്ടനെ ഗാഡ്ജറ്റും കൊണ്ടുപോയി. എന്റെ അമ്മോ, ഏത് മുതലേ ഗാഡ്ജറ്റ് കൊണ്ടേത്? ചിങ്കം സാറേ, ഈ മുതലയാണ് വലിയേട്ടന്റെ ഗാഡ്ജറ്റും കൊണ്ടുപോയത്. Hey, wife here when Chingam is here. Yeah. Charge! ഇവിടെ പോയി. എന്റെ അമ്മോ, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഞാൻ പോവാണ്. ചിങ്കം സാർ, ചിങ്കം സാറേ, ഇനി ഞാൻ ആ മുതലേ വെറുതെ വിടാൻ പോകുന്നില്ല. എവിടെയാണ് നീ? പുറത്തേക്ക് വാ. ഞാൻ ചിങ്കം സാറിനോട് നീ കാണിച്ചതിന് പകരം ചോദിക്കാൻ വന്നതാണ്. പുറത്തേക്ക് വാ. എന്റെ മോട്ടു പറയുന്നത് കേക്ക്. ഇല്ല പത്ലു, എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ തിരിച്ചു വരൂ. എന്റെ മോട്ടു കാണുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
മോട്ടു ഞങ്ങളുടെ അടുത്തേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. അല്ല, ക്രോക്കഡൈലിനെ പേടിച്ച് നിങ്ങൾ ഇത്രയും ദൂരം പോയി നിൽക്കുവാണോ? നാണമില്ലേ നിങ്ങൾക്ക്? എന്റെ മോട്ടു ഞങ്ങളെല്ലാം മാറി നിൽക്കുന്നത്. നീ ലേക്കിന്റെ നടുവിലാണ്. വലിയേട്ടാ, രക്ഷിക്കണേ! മോട്ടു എങ്ങോട്ടാടാ ഓടുന്നത്? അവിടെ നിൽക്കേ. അത് വീണ്ടും കടിച്ചു. ഇവിടെ കടിച്ചു, ഇവിടെ കടിച്ചു. അങ്ങനെ കടിച്ച് കടിച്ച് എന്നെ ഒരു പരുവത്തിലാക്കി കളഞ്ഞു. മുതല ഭയങ്കരമാണ്. മോട്ടു ഏയ്. 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 പത്തിലു, അത് കണ്ടോ? ആ ക്രോക്കഡൈലെ ആരെയോ വിളിക്കുന്നത് പോലെ തോന്നുന്നു. എവിടെയാ എവിടെയാ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്റെ മോട്ടു നിനക്കെന്തായി പറ്റിയത്? അയ്യോ അല്ല പത്തലു, ഞാനതിന് ശരിക്കും കണ്ടതാണെന്നേ, സത്യമായിട്ടും. എന്ത്? കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. എക്സ്ക്യൂസ് മീ, കേക്കൂ. ഇന്ന് ലേക്കിലേക്ക് വരുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നല്ല രസമായിരുന്നു. പത്തലു, പത്തലു, എന്താ പറ്റിയ മോട്ടു? പത്തലു, ക്രോക്കഡൈൽ അവിടെ തന്നെ നിപ്പുണ്ട്. എന്നിട്ട് എന്നോട് പറയുവാ, ലേക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കളിച്ച് രസിച്ചൂടേന്ന്. എന്റെ മോട്ടു, നീ പേടിച്ചത് കൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാ. ക്രോക്കഡൈൽ ഇവിടെ എങ്ങനെ വരാനാ? വാ, ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തേക്ക് പോയിട്ട് ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഹലോ ഡോക്ടർ ജഡ്ക, വേഗം കഫയുടെ അടുത്തേക്ക് വന്നേക്ക്. മോട്ടു പേടിച്ചിട്ട് ക്രോക്കഡൈലിനെയൊക്കെ കണ്ടുന്നാ പറയുന്നേ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്റെ ഗാഡ്ജറ്റിനെ പറ്റി ഒരു തീരുമാനമില്ല. എന്റെ ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് വിട്ടേക്ക്. ഇവിടെ മോട്ടു പേടിച്ചിട്ട് ക്രോക്കഡൈലിനെ കണ്ടു എന്നൊക്കെയാ പറയുന്നത്. ഓ എന്റെ ചങ്കുകളെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. മോട്ടു, നീ ആ പുഴയിലേക്ക് എടുത്തു ചാടി ആ മുതലയങ്ങ് പിടിച്ചുകൊണ്ട് വരൂ. എന്റെ വലിയേട്ടാ, നിങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ആ മുതല പറഞ്ഞ എന്താന്നറിയോ? ലേക്കിലോട്ട് വന്നാ നമുക്ക് കളിച്ച് രസിച്ചൂടെന്നാ. ഓ എന്റെ ചങ്ക്, എങ്ങനെയാണ് ഒരു മുതലയ്ക്ക് സംസാരിക്കാൻ കഴിയാ? ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാണ്. നീ ശരിക്കും ഇത് കണ്ട കാര്യം തന്നെയാണോ മോട്ടു? ആ, കണ്ടല്ലോ. ഇതാ ഈ കഫേലെ CCTV ക്യാമറയുണ്ട്. നമുക്ക് ഫൂട്ടേജ് ഒന്ന് നോക്കി കളയാം. വരൂ. ഓയ് എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇപ്പോഴല്ലേ സത്യം പുറത്തായത്. 100% ഇതൊരു ക്രോക്കഡൈൽ അല്ല, ഇത് നമ്മുടെ ജോണാണ്. ഇതിന്റെ അർത്ഥം ആ ജോൺ നമ്മളെ മണ്ടന്മാരാക്കുകയെന്നാണ്. അപ്പൊ അവനാണ് എല്ലാവരുടെയും സാധനം എടുത്തോണ്ട് പോകുന്നതല്ലേ? ഞാൻ ജോണിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ജോണെ, ഞാൻ വരുന്നുണ്ട്. പൊളിച്ചെടുത്തല്ലോ. മമ്മി, മോട്ടു, ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റിംഗ് എടുക്ക്. ഡോക്ടർ സാറേ, ഇതൂടെ പിടിച്ചോ. എന്റെ മോട്ടു, ഇത് ശരിക്കും ക്രോക്കഡൈലാണ്. അപ്പൊ ആ ഡ്യൂപ്ലിക്കേറ്റ് എവിടെ പോയി? നിക്ക്, ഞാൻ ചെന്ന് അവനെയും കൊണ്ടുവരാം. എന്ത്? അങ്ങനെയോ? ദേഷ്യം ആരോടൊക്കെയാണ്? അത് എന്റെ പുറത്തോടെ തീർക്കണേ. വേണ്ട വേണ്ട, ക്രോക്കഡൈൽ ചേട്ടാ, ദേഷ്യപ്പെടരുത് ഇങ്ങനെ. എന്റെ അമ്മോ. ഏയ്, വേണ്ട, സ്റ്റോപ്പ്. വേണ്ട, ചങ്ക്,
സഹോദരി സഹോദരന്മാരെ, ഇതാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്കഡൈൽ. എല്ലാവരുടെയും സാധനങ്ങൾ മോഷ്ടിച്ച ക്രോക്കഡൈൽ. അവന്മാരെ വെറുതെ വിടരുത്. ഓ ജോണായിരുന്നു, വിടാൻ പാടില്ല അവന്മാരെ. ചാർജ്. അല്ല, നീ ഇതെവിടേക്ക് പോവാ? ഇനി എന്റെ വക നിനക്ക് തരണ്ടേ ജോണേ? മോട്ടു, എന്നോട് ക്ഷമിക്ക. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്ക. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് മാപ്പ് തന്നെന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ ഞാൻ നിനക്ക് ക്ഷമ തരൂല. നീ കാരണം എന്റെ പേര് മോശമായി. ചിങ്കം സാറേ, രക്ഷിക്ക, രക്ഷിക്ക. Watch India's largest kids library only on Jio Hotstar. Download the app now.